ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും LD ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ 10th പ്രിലിംസിൻ്റെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇല്ലാത്തവർ ഉടനെ തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം കേട്ടോ. ഇനിയിപ്പോൾ LD നിങ്ങൾക്ക് ടഫായിരുന്നു, ഇനി പഠിച്ചിട്ട് കാര്യമില്ല, അങ്ങനെയൊന്നും വിചാരിക്കരുത്. നമ്മൾ LDക്ക് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു. നിർഭാഗ്യവശാൽ നമുക്കത് കുറച്ച് ടഫായി പോയി എന്ന് വെച്ചിട്ട് നമ്മളെക്കൊണ്ട് സാധിക്കില്ല എന്ന് വിചാരിക്കരുത്. LDയുടെ തന്നെ സിലബസൊക്കെ വരുന്ന OA കൂടി നിങ്ങൾ എന്തായാലും അറ്റൻഡ് ചെയ്യണം എന്നാണ് കേട്ടോ എൻ്റെ ഒരു റിക്വസ്റ്റ്. കാരണം നമ്മൾ എന്തായാലും നമ്മുടെ സമയം കുറേ LDക്ക് വേണ്ടി മാറ്റി വെച്ചു. പക്ഷേ നമുക്ക് കുറച്ച് ടഫായി പോയി. എന്ത് ചെയ്യാൻ പറ്റും? പക്ഷേ അങ്ങനെ ആയിരിക്കണമെന്നില്ല. നെക്സ്റ്റ് എക്സാം നമ്മൾ തളർന്നു പോകരുത്. എന്തായാലും എല്ലാവരും അറ്റൻഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ആദ്യം പഠിച്ചത് കെമിസ്ട്രി ആയിരുന്നു കേട്ടോ. കെമിസ്ട്രിയിലെ മാത്രം മോക്ക് ടെസ്റ്റുകൾ ചെയ്തു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോക്ക് ടെസ്റ്റുകൾ എനിക്ക് വളരെ യൂസ്ഫുള്ളായിട്ടാണ് കേട്ടോ ഉള്ളത്. കാരണം മോക്ക് ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് പോയിൻറ്റ്സ് കവർ ചെയ്ത് പോകാൻ പറ്റും. നമ്മുടെ കയ്യിൽ നമുക്ക് ഇല്ലാത്ത നോട്ടുകൾ ഒരുപാട് കിട്ടും. മോക്ക് ടെസ്റ്റും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും നോക്കുമ്പോൾ ഒരു റാങ്ക് ഫയൽ നോക്കുന്നതിനേക്കാളും യൂസ്ഫുള്ള എനിക്ക് എന്നെ സംബന്ധിച്ച്, ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്, എല്ലാവർക്കും ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നല്ല ഞാൻ പറയുന്നത്. ഓരോരുത്തർക്കും ഓരോ മെത്തേഡായിരിക്കുമല്ലോ പഠിക്കാനായിട്ട്. എനിക്കതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നുണ്ടാവും. എനിക്ക് മോക്ക് ടെസ്റ്റുകൾ ചെയ്യുന്നതാണ് ബെറ്ററായിട്ട് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കെമിസ്ട്രിയുടെ മോക്ക് ടെസ്റ്റുകൾ ചെയ്തിട്ട് അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും പഠിച്ചു. ഉച്ചവരെ ഞാൻ കെമിസ്ട്രി തന്നെയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം ഇതിൽ എനിക്ക് നെഗറ്റീവ് അധികം വന്നിട്ടുണ്ടായിരുന്നു. 2-3 എന്തോ ആയിരുന്നു ഒരു 180 ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഞാൻ അതിൽ റിലേറ്റഡ് ഫാക്ട്സ് കുറച്ച് നേരം പഠിച്ചു. റിലേറ്റഡ് ഫാക്ട്സ് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ഒരുപാട് പോയിൻറ്റ്സ് നമ്മൾ കവർ ചെയ്ത് പോകും. അതിനുശേഷം പിന്നെ എൻ്റെ കയ്യിൽ LDയുടെ ടൈമിലുണ്ടായിരുന്ന കെമിസ്ട്രിയുടെ കുറച്ച് ഒരു നോട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാനതിൽ നിർമ്മാണ പ്രക്രിയ അതുണ്ടല്ലോ, കോണ്ടാക്ട് പ്രോസസ്സ്, ഹണ്ടർ പ്രോസസ്സ്, ഇതൊക്കെ എപ്പോഴും നമ്മൾക്ക് റിപ്പീറ്റ് ചെയ്ത് വരാറുള്ള ക്വസ്റ്റ്യൻസാണ്. അതൊക്കെ നോക്കി. പിന്നെ അയിരുകൾ അതൊക്കെ നോക്കി. പിന്നെ അപരനാമങ്ങൾ, പദാർത്ഥങ്ങളും ആസിഡുകളും, ഇതൊക്കെ എപ്പോഴും വരാറുള്ള ആ ടൈപ്പ് ക്വസ്റ്റ്യൻസൊക്കെ റിവൈസ് ചെയ്ത് വെച്ചു. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. അപ്പോൾ എനിക്ക് നോക്കി എടുത്തിട്ട് വേണം. എനിക്ക് കിട്ടിയ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഞാൻ ആദ്യം അതിൻ്റെ ആൻസേഴ്സൊക്കെ മാർക്ക് ചെയ്ത് വെച്ചു. എല്ലാത്തിൻ്റെയും ആൻസേഴ്സ് മാർക്ക് ചെയ്ത് വെച്ചിട്ട് അതൊക്കെ പഠിച്ചു. എന്ന് വെച്ചാൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ആകുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മുടെ കയ്യിലില്ലാത്ത ഒരുപാട് പോയിൻറ്റ്സ് കിട്ടും. പിന്നെ ഏതൊക്കെ ഭാഗത്തു നിന്നാണ് റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ PSCയുടെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ മാക്സിമം ചെയ്ത് നോക്കണം. നമ്മുടെ സിലബസ് അനുസരിച്ച് എവിടെ നിന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത് എന്നൊക്കെയുള്ളൂ. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളതൊക്കെ ഒരു 10th ലെവലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. പിന്നെ നമ്മൾ ഈ ഒരു ഭാഗം വരില്ല എന്ന് വിചാരിച്ചൊക്കെ വിട്ട് കളഞ്ഞിട്ടുള്ള ഭാഗങ്ങളുണ്ടാവാം. അപ്പോൾ നമുക്ക് എത്ര ഇമ്പോർട്ടൻസ് ഏതൊക്കെ ഭാഗത്തിന് കൊടുക്കണം എന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ച് തന്നെ അനലൈസ് ചെയ്ത് നോക്കുമ്പോഴായിരിക്കും കേട്ടോ മനസ്സിലാവുക. ഇത് നിങ്ങളെല്ലാവരും ഫോളോ ചെയ്യണമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്, ഞാൻ അങ്ങനെയാണ് പഠിക്കാറ് എന്നാണ് കേട്ടോ പറഞ്ഞത്. എനിക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് പറഞ്ഞതന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് ഉച്ച കഴിഞ്ഞ് പുറത്ത് പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ വേഗം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെയും പോയിൻറ്റ്സൊക്കെ നോക്കി, അതൊക്കെ വായിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് മാത്സ് വൈകിട്ട് ചെയ്ത് നോക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വൈകിട്ടത്തേക്ക് നോക്കേണ്ട പോയിൻറ്റ്സൊക്കെ ഏതാണെന്ന് ഞാൻ കവർ ചെയ്യാത്തത്, ആദ്യമായിട്ട് എനിക്ക് നെഗറ്റീവ് വന്നിട്ടുള്ളത്, ഞാൻ വേണ്ടാന്ന് വെച്ച് മാറ്റി വെച്ചിട്ടുള്ളത്, അങ്ങനെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട്. അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് മാർക്ക് ചെയ്ത് വെച്ചു. എന്നിട്ട് വൈകിട്ട് പുറത്ത് പോയി കഴിഞ്ഞ് വന്നിട്ട് ഇരുന്ന് പഠിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഉച്ചവരെ ഏകദേശം ഒരു 1:30 വരെ, രാവിലെ 10 മണി തൊട്ട് 1:30 വരെ പഠിക്കാനെടുത്തു. കണ്ടിന്യൂസ് അങ്ങനെ ഇരുന്നെന്നല്ല പറയാം, ഇടയ്ക്ക് ഗ്യാപ്പൊക്കെ എടുത്തിട്ടാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ തീർത്തിട്ട് ഞാൻ ഇന്ന് തീർത്തത് കെമിസ്ട്രിയും പിന്നെ PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറും ആയിരുന്നു കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ വർക്കൗട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് സൈഡ് കവർ ചെയ്ത് പോകുന്നതായിട്ട് ഫീൽ ചെയ്യാറുണ്ട്.
പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കയ്യിൽ ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് കിട്ടാറുണ്ട്. പിന്നെ ഞാൻ ഇങ്ങനെ റെയറായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസൊക്കെ ഒരു ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അതായത് ഫസ്റ്റ് ടൈം ഇങ്ങനെ ഒരു നമ്മുടെ സിലബസിൽ ഇല്ലാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻസ്, പുറമേ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ്, അങ്ങനത്തേതൊക്കെ ഞാൻ വേറെ തന്നെ ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് പുറത്ത് പോയി കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. SCERTയുടെ സയൻസിൻ്റെ ഒരു ബുക്കുണ്ട്, ഒരു റാങ്ക് ഫയലുണ്ട് എൻ്റെ കയ്യിൽ. റാങ്ക് ഫയൽ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ക്വസ്റ്റ്യൻസ് ഞാൻ ആദ്യം 10th 10th ക്ലാസ്സിലെ ഫിസിക്സാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിപ്പോൾ പ്രിലിംസിന് വരുമോയെന്നൊന്നും ചോദിച്ചാൽ എനിക്കറിയത്തില്ല. എന്തായാലും മെയിൻസിനുണ്ടാവും. നമ്മൾ പ്രിലിംസ് മാത്രം ഫോക്കസ് ചെയ്ത് പ്രിലിംസ് പാസ്സായാലേ മെയിൻസ് പറ്റുള്ളൂ, ശരിയാണ്. എന്നാലും ഞാൻ മെയിൻസും കൂടെ മനസ്സിൽ ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് കേട്ടോ പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രോബ്ലംസ് ഫിസിക്സിൻ്റെ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബയോളജി കുറച്ച് നേരം പഠിച്ചു. 10th തന്നെ ബയോളജിയാണ് കേട്ടോ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ബുക്ക്ലെറ്റിൽ തന്നെയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് SCERT ഫാക്ടേഴ്സ്. SCERTന്ന് ബയോളജി ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം SCERTയിലെ ബയോളജി വിട്ട് കളയാതെ പഠിക്കണം. ഒരുപാടുണ്ട് പഠിക്കാനായിട്ട്. SCERT ബയോളജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട് പഠിക്കാൻ. പക്ഷേ മാക്സിമം നമ്മൾ പഠിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ ഇടയ്ക്ക് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാവും. എന്നാലും അതൊന്നും നിങ്ങളെ ബാധിക്കരുത്, നമ്മുടെ പഠനത്തെ ബാധിക്കരുത്. പിന്നെ കറണ്ട് അഫയേഴ്സ് നിങ്ങൾ ഡെയിലി പഠിക്കണം. ഡെയിലി കറണ്ട് അഫെയറിന് എന്തായാലും ഒരു 15 മിനിറ്റെങ്കിലും മാറ്റി വയ്ക്കണം എന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് അധികം പഠിക്കാനുള്ള ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ പഠിച്ചത് നമ്മുടെ ടെലഗ്രാമിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുള്ള കുറച്ച് കറണ്ട് അഫെയർ മാത്രമാണ്. അതും 15 മിനിറ്റൊന്നും എനിക്ക് ഞാൻ കറണ്ട് അഫെയർ പഠിക്കാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സന്ധ്യയായപ്പോഴാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. മാത്സ് പഠിച്ചു. ഇന്ന് ഞാൻ കവർ ചെയ്ത് ശരാശരി ആ ഭാഗമായിരുന്നു കേട്ടോ. അപ്പോൾ മാത്സും കറണ്ട് അഫെയറും നിങ്ങൾ വിട്ട് കളയരുത്. പിന്നെ ഇന്ന് അത്രയേ ഉള്ളൂ ഞാൻ പഠിച്ചതൊക്കെ. അപ്പോൾ ടാറ്റ ബൈ ബൈ. നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ.